ഇനി മൂപ്പര് ഹക്കൊന്ന് കേൾക്കണം. നിങ്ങൾക്ക് ഹക്ക് ഒരുപാട് കേട്ടുപോയി നമ്മൾ, എന്നാൽ ഒന്നുകൂടി കപ്പിച്ചേരാം. മൂപ്പര് ഹക്ക് പറയുന്ന കേട്ടോളി. മൂപ്പര് പറയുന്നത് കീഴനെ ഓർക്കുന്നതിനെ മൂപ്പര് പറയും. കാരണം മൂപ്പർക്ക് എന്ത് വേഷവും കെട്ടാലോ. മൂപ്പര് പറഞ്ഞല്ലോ ഓരോ സ്ഥലത്തുള്ള ഭൂരിപക്ഷം അനുസരിച്ചിട്ട് വേഷം കെട്ടണം എന്നാണല്ലോ. അപ്പൊ മൂപ്പര് പറയാ കീഴനെ ഓരുടെ തന്നെ ഫത്വകളും പുസ്തകങ്ങളും ഉണ്ട്. അതിലുണ്ട് പോലും എന്ത് പെണ്ണുങ്ങള് ജുമാ ജമാഅത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലശേഷവും പോയിട്ടുണ്ട്. കീഴനോരുടെ തന്നെ ഫത്വകളിലും പുസ്തകങ്ങളിലുണ്ട്. മൗലവി നാദാവത്ത് വന്നിട്ടല്ലേ നിങ്ങൾ ശുദ്ധ കളവ് പറയുന്നത്? എന്താ മൂപ്പർക്ക് പറഞ്ഞുകൂടാത്തത്? നാദാവത്തെ പുത്തമ്പള്ളിയിൽ മൈക്കുവെച്ചിട്ട് ഹുത്ബ തന്നെ മൗലവിയല്ലേ വെച്ചുട്ടവനെ. കീഴനോരുടെ തന്നെ ഫത്താവകളിൽ, അദ്ദേഹത്തിന്റെ തന്നെ ഫത്വകളിലും പുസ്തകങ്ങളിലും ഒക്കെ നമുക്ക് കാണാം. കീഴനോരുടെ തന്നെ ഫത്താവകളിൽ, അദ്ദേഹത്തിന്റെ തന്നെ ഫത്വകളിലും പുസ്തകങ്ങളിലും ഒക്കെ നമുക്ക് കാണാം. കീഴനോരുടെ തന്നെ ഫത്താവകളിൽ, അദ്ദേഹത്തിന്റെ തന്നെ ഫത്വകളിലും പുസ്തകങ്ങളിലും ഒക്കെ നമുക്ക് കാണാം. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ ശേഷം എത്രയോ കാലങ്ങൾക്ക് ശേഷം ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ ആതിക ബീവി അടക്കം പള്ളിയിലേക്ക് ജമാഅത്തിന് പോയിട്ടുണ്ട്. കേട്ടില്ലേ? മൗലവിയെ ഞാൻ വെല്ലുവിളിക്കുന്നു. കീഴന ഉസ്താദിന്റെ ഒരു ഫത്വ, കീഴന ഉസ്താദിന്റെ തന്നെ ഒരു പുസ്തകം, അത് നിങ്ങൾ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്റെ മുന്നിൽ ഹാജരാക്കാൻ നിങ്ങൾക്കോ നിങ്ങളെ അനുയായികൾക്കോ നേതാക്കൾക്കോ നിങ്ങളുടെ കൂട്ടത്തിൽ ഇബ്ലീസ് മുതൽക്ക് ഇന്നോളമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സാധിക്കുമോ? ഞാൻ വെല്ലുവിളിക്കാം. കീഴന ഉസ്താദിന്റെ തന്നെ നല്ല തന്നെയാണ്. കീഴന ഉസ്താദിന് അങ്ങനെ ഒരു പുസ്തകമുണ്ടോ? അങ്ങനെ ഒരു ഫത്വ ഉണ്ടോ? കളവ് പറയുന്നതിൽ ഒരു അതിര് എന്താണ്? എന്ത് കളി? മൂപ്പര് വരെ ഹക്കുള്ളത് കൊണ്ടാണ് നമ്മളെ കൂടെ ആള് വരുന്നത്. നല്ല ഹക്ക. ഇനി ആരുടെയോ ഹക്ക് മൂപ്പര് കയ്യിലാക്കിയിട്ടുണ്ടോന്നറിയില്ല. നേരെ മറിച്ച് ബഹുമാനപ്പെട്ട ഇമാം